നമസ്കാരം. മാധ്യമജാലകത്തിൻ്റെ 407 എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ ചുറ്റുപാടിനെയും സമൂഹത്തെയും ഓർമ്മിക്കുക എന്ന സന്ദേശം നൽകുന്ന ഒരു ഫോട്ടോഗ്രാഫി ദിനം കൂടി കടന്നുപോയി. ഒരു നിമിഷത്തെ ഓർമ്മയാക്കി കഥ പറഞ്ഞ് വികാരങ്ങൾ പകർത്താൻ നമ്മളെ സഹായിക്കുന്ന കലയാണ് ഫോട്ടോഗ്രാഫി. ക്യാമറയുടെ ലെൻസിലൂടെ ലോകത്തെ കാണാനും കാണിക്കാനും കാലം മറക്കാതെ സൂക്ഷിക്കാനും ഫോട്ടോകൾക്ക് കഴിയും. ഇത് ആസ്പദമാക്കി സംസാരിക്കുന്നു കേരള മീഡിയ അക്കാദമി വിദ്യാർത്ഥി മുഹമ്മദ് അമീൻ. ഒരു ചിത്രം പലപ്പോഴും 1000 വാക്കുകളേക്കാൾ ശക്തമായി സംഭവങ്ങളെയും വികാരങ്ങളെയും ഓർമ്മകളെയും അവതരിപ്പിക്കുന്നു. മനുഷ്യജീവിതത്തിൽ ഏറെ പ്രാധാന്യമുള്ള ഒരു ആശയവിനിമയ ഉപകരണമായി ചിത്രങ്ങൾ പലപ്പോഴും മാറുന്നു. അതിനാൽ തന്നെ ചിത്രങ്ങൾ സമൂഹത്തിലെ ഒരു പ്രധാനപ്പെട്ട മാധ്യമമാണ്. ഇത്തരം പ്രാധാന്യം ഉൾക്കൊണ്ട് തന്നെ എല്ലാ വർഷവും ഓഗസ്റ്റ് 19 വേൾഡ് ഫോട്ടോഗ്രാഫി ഡേ ആയി ആചരിക്കുന്നു. ഫോട്ടോഗ്രാഫിയുടെ കല, ചരിത്രം, സാങ്കേതികവിദ്യ എന്നിവയെക്കുറിച്ച് അവബോധം വളർത്തുകയാണ് ദിനത്തിൻ്റെ പ്രധാന ലക്ഷ്യം. ഈ ദിവസം ഫോട്ടോഗ്രാഫർമാരുടെ കഴിവുകളെയും അവരുടെ സൃഷ്ടികളെയും പ്രോത്സാഹിപ്പിക്കുവാനും ആദരിക്കുവാനും ഉപയോഗിക്കുന്നു. ലോകചരിത്രമെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഒരു കാലഘട്ടത്തെയോ സംഭവത്തെയോ മനുഷ്യരുടെ ചിന്താഗതിയെയോ തന്നെ മാറ്റിമറിച്ച പല വിപ്ലവകരമായിട്ടുള്ള ഫോട്ടോഗ്രാഫുകളും നമുക്ക് കാണാൻ കഴിയും. രണ്ടാം ലോക മഹായുദ്ധത്തിലെ അമേരിക്കൻ സൈനികരുടെ വിജയത്തിന് പ്രതീകമായി മാറിയ ജോ റോസന്താൽ എടുത്ത റൈസിംഗ് ദി ഫ്ലാഗ് ഓൺ ഇവോജിമ എന്ന ചിത്രം, ചരിത്രപ്രസിദ്ധമായ അപ്പോളോ 8 എന്ന ദൗത്യത്തിനിടെ ബഹിരാകാശ യാത്രികൻ വില്യം ആൻഡേഴ്സ് പകർത്തിയ എർത്ത് റൈസ് എന്ന ചന്ദ്രനിൽ നിന്നും ഭൂമിയെ കാണുന്ന ചിത്രം, ജെഫ് വിഡ്നർ പകർത്തിയ ടാങ്ക് മാൻ എന്ന ചൈനയിലെ ടിയാനൻമെൻ സ്ക്വയർ പ്രതിഷേധത്തിനിടെ ടാങ്കറുകളുടെ മുന്നിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരാളുടെ ചിത്രം തുടങ്ങിയവ ശ്രദ്ധേയമായ ഉദാഹരണങ്ങളാണ്. ഫോട്ടോഗ്രാഫിക്ക് ദൃശ്യപത്രമാധ്യമങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥാനമാണ്. കേവലം ഒരു ചിത്രം എന്നതിനപ്പുറം അവ വാർത്തയുടെ തീവ്രതയും അതിൻ്റെ വൈകാരിക തലങ്ങളും കൃത്യമായും വളരെ ആഴത്തിലും കാഴ്ചക്കാരിലേക്ക് എത്തിക്കുന്നു. ചരിത്രപ്രധാനമായ സംഭവങ്ങൾ, രാഷ്ട്രീയപരമായ സംഭവങ്ങൾ, യുദ്ധങ്ങൾ, ദുരന്തങ്ങൾ, സാമൂഹിക പ്രക്ഷോഭങ്ങൾ തുടങ്ങിയവയുടെ രേഖപ്പെടുത്തലിൽ ഫോട്ടോഗ്രാഫിക്ക് നിർണായകമായ പങ്കുണ്ട്. അത്തരത്തിൽ ഫോട്ടോഗ്രാഫുകൾ കേവലം ദൃശ്യപത്രമാധ്യമങ്ങളുടെ അലങ്കാരം മാത്രമല്ല, മറിച്ച് വാർത്തയുടെ അർത്ഥവും പ്രാധാന്യവും വികാരവും വിശ്വസ്തതയും വർദ്ധിപ്പിക്കുന്ന ശക്തമായ ആശയവിനിമയ ഉപാധി കൂടിയാണ്. ലോകചരിത്രമെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ വളരെ വിപ്ലവാത്മകരമായ തീവ്ര വൈകാരിക തലങ്ങൾ പുലർത്തുന്ന ഒട്ടനവധി ഫോട്ടോഗ്രാഫുകൾ നമുക്ക് കാണാൻ കഴിയും. ഇതിൽ ശ്രദ്ധേയമായ ഒന്നാണ് 1972 വിയറ്റ്നാം യുദ്ധത്തിൽ അസോസിയേറ്റ് പ്രസ് ഫോട്ടോഗ്രാഫറായിരുന്ന നിക് വുഡ് എടുത്ത നാപാം ഗേൾ എന്നറിയപ്പെടുന്ന യുദ്ധത്തിൻ്റെ ഭീകരത എന്ന ചിത്രം. വിയറ്റ്നാം യുദ്ധത്തിൻ്റെ ഭാഗമായി ദക്ഷിണ വിയറ്റ്നാമീസ് വിമാനങ്ങൾ തെറ്റായി തങ്ങളുടെ ഗ്രാമത്തിൽ നാപാം എന്ന ജെല്ല് പോലുള്ള തീ ബോംബ് വർഷിച്ചു. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ സ്വന്തം വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് റോഡിലൂടെ നഗ്നമായി ഓടുന്ന ഫാൻ തോ കിം ഫുക് എന്ന 9 വയസ്സുകാരുടെ ചിത്രമാണിത്. യുദ്ധത്തിൻ്റെ ഭീകരത ഏറ്റവും തീവ്രമായി തന്നെ കാണിക്കപ്പെട്ട ചിത്രങ്ങളിൽ ഒന്നായിരുന്നു ഇത്. ഇതേ തുടർന്ന് തൊട്ടടുത്ത ദിവസങ്ങളിൽ ന്യൂയോർക്ക് ടൈംസ് പോലുള്ള പത്രങ്ങൾ ഈ ചിത്രം പങ്കുവച്ചു. ഇത് വലിയ പ്രക്ഷോഭങ്ങൾക്കും യുദ്ധവിരുദ്ധ സമരങ്ങൾക്കും കാരണമായി. യൂറോപ്പിലെ അഭയാർത്ഥി പ്രതിസന്ധി വളരെ ആഴത്തിൽ കാണിച്ച ഒന്നായിരുന്നു നിലൂഫർ ഡെമിർ പകർത്തിയ തുർക്കിഷ് കടൽ തീരത്ത് ചേതനേറ്റ് കിടക്കുന്ന അലൻ കുർദി എന്ന 3 വയസ്സുകാരന്റെ ചിത്രം. സിറിയയിലെ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ കാനഡയിലേക്ക് കുടിയേറാൻ ഇറങ്ങി പുറപ്പെട്ടതായിരുന്നു അലനും അവന്റെ കുടുംബവും. വഴിമധ്യേ ബോട്ട് മുങ്ങി അലനും അവന്റെ സഹോദരനും അമ്മയും മരിക്കുകയാണ് ഉണ്ടായത്. ചുവന്ന ഷർട്ടും നീല ഷോർട്സും ധരിച്ച് കടൽ തീരത്ത് ഉറങ്ങുന്ന പോലെ കിടക്കുന്ന അലൻ കുർദിയുടെ മൃതദേഹത്തിന്റെ ചിത്രം മണിക്കൂറുകൾക്കകം തന്നെ ലോകത്തിന്റെ ശ്രദ്ധ നേടി. ഹൃദയഭേദകമായ ചിത്രങ്ങൾ ആഗോളതലത്തിൽ തന്നെ വൈറലായി. പൊതുജന മനസാക്ഷി ഞെട്ടിക്കുകയും യൂറോപ്യൻ അഭയാർത്ഥി പ്രതിസന്ധിയുടെ ഭീകരമായ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി തരികയും ചെയ്ത ചിത്രമാണിത്. തൽഫലമായി വലിയൊരു പൊതുജന സമ്മർദ്ദം തന്നെ ഉണ്ടാവുകയും അഭയാർത്ഥി പുനരധിവാസ കുടിയേറ്റ നയങ്ങൾ സംബന്ധിച്ച അന്താരാഷ്ട്ര ചർച്ചകൾക്ക് നടപടിയെടുക്കാനുള്ള ആഹ്വാനങ്ങൾക്കും ഇത് കാരണമായി. ഈ ചിത്രം പകർത്തിയ നിലൂഫർ ഡെമിൻ എന്ന ഫോട്ടോഗ്രാഫർ പിന്നീട് ഒരിക്കൽ പറഞ്ഞത് ഇപ്രകാരമാണ്: ഞാൻ ഫോട്ടോ എടുക്കുവാൻ ആദ്യം മടിച്ചു, പക്ഷേ ലോകം ഇത് കാണണം എന്ന് എനിക്ക് തോന്നി. ഒരു കുഞ്ഞിന്റെ മരണം വെറുതെ ആകരുത്. സുഡാൻ എന്ന ആഫ്രിക്കൻ രാജ്യത്തിലെ ക്ഷാമത്തിന്റെയും പട്ടിണിയുടെയും നേർക്കാഴ്ചയായിരുന്നു ദി വൾച്ചർ ആൻഡ് ദി ലിറ്റിൽ ഗേൾ എന്ന ചിത്രം. ദക്ഷിണാഫ്രിക്കൻ ഫോട്ടോ ജേർണലിസ്റ്റ് കെവിൻ കാർട്ടർ പകർത്തിയ ഒരു ഹൃദയഭേദകമായ ഫോട്ടോയാണിത്. സുഡാനിലെ അയോധ്യയിൽ യുഎന്നിന്റെ ഭക്ഷണ വിതരണ കേന്ദ്രം ലക്ഷ്യമാക്കി ഇഴഞ്ഞു നീങ്ങുന്ന വിശന്നു വലഞ്ഞ ഒരു കുട്ടിയെയും അതിനെ ഭക്ഷിക്കാൻ സമീപത്തായി തക്കം പാർത്തിരിക്കുന്ന ഒരു കഴുകനെയും ചിത്രത്തിൽ കാണാം. 1993 ദി ന്യൂയോർക്ക് ടൈംസിൽ ഈ ചിത്രം പ്രസിദ്ധീകരിച്ചു. ഇതേ തുടർന്ന് സുഡാനിലേക്ക് ദശലക്ഷക്കണക്കിന് ഡോളർ സഹായം വന്നെത്തുകയാണ് ഉണ്ടായത്. 1994 പുലിറ്റ്സർ സമ്മാനം ഈ ചിത്രം നേടിയെങ്കിലും പത്രപ്രവർത്തകരുടെ പങ്കിനെക്കുറിച്ച് തീവ്രമായ ധാർമ്മിക ചർച്ചകൾക്ക് ഇത് തുടക്കമിട്ടു. എന്തുകൊണ്ട് ഫോട്ടോഗ്രാഫർ കുട്ടിയെ സഹായിച്ചില്ല എന്നുള്ള ചോദ്യം ഉയർന്നു വന്നു. ഇതേ തുടർന്ന് കടുത്ത സമ്മർദ്ദം താങ്ങാനാവാതെ ചിത്രം പകർത്തിയ കെവിൻ കാർട്ടർ ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത്.
ആത്മഹത്യാക്കുറിപ്പിൽ അദ്ദേഹം ഇപ്രകാരം എഴുതി: ഞാൻ ശരിക്കും ഖേദിക്കുന്നു. വേദന ജീവിതത്തേക്കാൾ വലുതാണ്. പട്ടിണി, മൃതദേഹങ്ങൾ, കോപം, വേദന, എൻ്റെ ഓർമ്മകൾ എല്ലാം എന്നെ കൊല്ലുന്നു. ചുരുക്കത്തിൽ ഈ ചിത്രം സുഡാനിലെ ക്ഷാമത്തെ ലോകത്തിന് കാട്ടിക്കൊടുത്തു. പക്ഷേ അതിൻ്റെ വില ഒരു മനുഷ്യൻ്റെ ജീവനായിരുന്നു. വാർ ഫോട്ടോഗ്രാഫി എന്നൊരു ജേണറിനെ തന്നെ തുടങ്ങിവെച്ച ഒരു ചിത്രമുണ്ട്. 1936 ഹംഗേറിയൻ യുദ്ധ ഫോട്ടോഗ്രാഫറായ റോബർട്ട് കാപ്പ എടുത്ത പ്രശസ്തമായ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോഗ്രാഫ്, ദി ഫാളിംഗ് സോൾജിയർ. സ്പാനിഷ് ആഭ്യന്തര യുദ്ധകാലത്ത് ഒരു റിപ്പബ്ലിക്കൻ പട്ടാളക്കാരൻ മരിക്കുന്ന നിമിഷം പകർത്തിയ ചിത്രമാണിത്. അതുവരെ പ്രസിദ്ധീകരിച്ചതിൽ വെച്ച് ഏറ്റവും ശക്തമായതും ചർച്ച ചെയ്യപ്പെട്ടതുമായ പോരാട്ട ചിത്രങ്ങളിലൊന്നായി ഈ ചിത്രം തുടരുന്നു. ഫെഡറിക്കോ ബോറൽ ഗാർസിയ എന്നു പേരുള്ള ഒരു സൈനികൻ വെടിയേറ്റതിനെ തുടർന്ന് പിന്നിലേക്ക് വീഴുന്നതും കയ്യിലുണ്ടായിരുന്ന തോക്ക് നിലംപതിക്കുന്നതും നമുക്ക് ചിത്രത്തിൽ കാണാൻ കഴിയും. കൂടാതെ ആ പട്ടാളക്കാരൻ്റെ ഞെട്ടലോടെയുള്ള മുഖം വീര്യമല്ല, മറിച്ച് പേടിയും വേദനയുമാണ് കാണിച്ചു തരുന്നത്. 1936 ലൈഫ് മാസികയിൽ 1-ാം പേജിൽ ഈ ചിത്രം പ്രസിദ്ധീകരിച്ചപ്പോൾ വാർത്തകൾക്കപ്പുറം യുദ്ധാനന്തരമുള്ള മനുഷ്യൻ്റെ മരണം കണ്ട് ലോകം ഞെട്ടി. മാത്രമല്ല, റിപ്പബ്ലിക്കൻ പക്ഷത്തിന് ലോകസഹായം കിട്ടാൻ ഇത് ഒരു തരത്തിൽ കാരണമായി. 70 വർഷത്തോളം ഈ ചിത്രം വ്യാജമാണ് എന്നുള്ള വാദപ്രതിവാദങ്ങൾ നിലനിന്നുവെങ്കിലും പിന്നീട് ഇത് യാഥാർത്ഥ്യമാണ് എന്ന് തെളിയിക്കപ്പെട്ടു. യുദ്ധത്തിൽ ഒരാൾ മരിക്കുന്ന നിമിഷം പകർത്തിയ ആദ്യ ചിത്രം എന്നുള്ള വിശേഷണം ഈ ചിത്രം നേടി. കൂടാതെ പിൽക്കാലത്ത് വന്ന എല്ലാ വാർ ഫോട്ടോഗ്രാഫികൾക്കും ഈ ചിത്രം ഒരു മാതൃകയായി മാറി. ലോകം കണ്ട ഏറ്റവും വലിയ വ്യാവസായിക ദുരന്തമായ 1984 ഭോപ്പാൽ വാതക ദുരന്തത്തെ അടിസ്ഥാനമാക്കി പ്രശസ്ത ഇന്ത്യൻ ഫോട്ടോ ജേർണലിസ്റ്റ് രഘുറായ് ഹൃദയഭേദകമായ ഒട്ടനവധി ചിത്രങ്ങൾ പകർത്തി ലോകത്തിന് മുന്നിൽ എത്തിച്ചു. യൂണിയൻ കാർബൈഡ് പ്ലാന്റ് ദുരന്തം മൂലമുണ്ടായ അടിയന്തര മനുഷ്യനാശം, കൂട്ട ശവസംസ്കാരങ്ങൾ, തുടർച്ചയായ ദുരിതങ്ങൾ തുടങ്ങിയവയുടെ ചിത്രങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. അത്തരത്തിൽ ഈ ദുരന്തത്തിന്റെ അടിസ്ഥാനത്തിൽ ലോകശ്രദ്ധ നേടിയ ഒരു പ്രധാന ചിത്രമായിരുന്നു ദി ചൈൽഡ് ഫ്യൂണറൽ അഥവാ ഒരു അജ്ഞാത കുട്ടിയുടെ ശവസംസ്കാരം. വാതക ദുരന്തത്തിൽ മരണപ്പെട്ട ഒരു ചെറിയ കുട്ടിയുടെ മൃതദേഹം കുഴിച്ചുമൂടുന്ന ചിത്രമായിരുന്നു അത്. വിടർന്നിരിക്കുന്ന കുട്ടിയുടെ കണ്ണുകളും വായും സംസ്കാരത്തിന് തൊട്ടുമുമ്പ് അവസാനമായി തലോടുന്ന പിതാവിൻ്റെ കൈ ഉൾപ്പെടെ ആ ചിത്രത്തിൽ കാണാം. ഭോപ്പാലിൻ്റെ വേദനയുടെ ചിഹ്നമായി ഈ ചിത്രം മാറി. എല്ലാ പത്രമാധ്യമങ്ങളും ഇത് 1-ാം പേജിൽ തന്നെ പ്രസിദ്ധീകരിച്ചു. ലോകത്തിലെ ഏറ്റവും മോശമായ വ്യാവസായിക ദുരന്തത്തിൻ്റെ ഇരകൾക്കുള്ള സാർവത്രിക ചിഹ്നമായി ആ കുട്ടിയുടെ ചിത്രം മാറി. ചുരുക്കത്തിൽ ഫോട്ടോഗ്രാഫുകൾ ലോകചരിത്രത്തിൽ ശ്രദ്ധേയമായ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഫോട്ടോഗ്രാഫി കേവലം ഒരു കല മാത്രമല്ല, മറിച്ച് ഇത്തരം മാറ്റങ്ങൾക്കുതകുന്ന ശക്തമായ ഒരു മാധ്യമം കൂടിയാണ്. അത്തരമൊരു മാധ്യമത്തെ വളരെ ഫലപ്രദമായ രീതിയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോഗ്രാഫർമാരെ, അവരുടെ ഫോട്ടോഗ്രാഫുകളെ ഓർമ്മിക്കുവാനും ആദരിക്കുവാനും കൂടിയുള്ളതാണ് ഓഗസ്റ്റ് 19 ലോക ഫോട്ടോഗ്രാഫി ദിനം. പത്രങ്ങൾ ലളിതമായ വാക്കുകളെ പോലും തെറ്റായി അച്ചടിക്കുന്നത് നമ്മെ അലോസരപ്പെടുത്തും. എന്നാൽ തെറ്റിച്ചച്ചടിച്ച വാക്കിനെ ഒരിക്കൽ മാധ്യമഗുരുവായ മാർഷൽ മക്ലുഹൻ അംഗീകരിച്ചു. അതേപറ്റിയാണ് വാക്കിലെ ശരിയിൽ SD പ്രിൻസ് പറയുന്നത്. വാക്ക് പാലിക്കുക എന്നത് വിശ്വാസ്യതയുടെ ലക്ഷണമാവാം. എന്നാൽ വാക്കിന് ഒറ്റയടിക്ക് കണ്ണുമടച്ചെങ്കിൽ വിശ്വസിക്കാൻ പറ്റുമോ? ഒരു വാക്ക് എഴുതിയിരിക്കുന്ന രീതി കണ്ടാൽ അതുമായി ബന്ധപ്പെട്ട വാക്കുകളെല്ലാം ഇതേ രീതിയിലാവും എഴുതുക എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അങ്ങനെ വിശ്വസിച്ചാൽ ചിലപ്പോൾ അബദ്ധം പറ്റിയേക്കും. ഒരു ഉദാഹരണം അനുഗ്രഹം എന്ന വാക്കാണ്. അനുഗ്രഹം എന്ന് നമ്മൾ മലയാളത്തിൽ എഴുതും. അനുഗ്രഹിക്കപ്പെട്ട ആളിനെയോ അനുഗ്രഹീതർ എന്ന് പറയും. അവിടെ ഗ്ര അല്ല ഗൃ ആണ് വരേണ്ടത്. മലയാളത്തിൽ മാത്രമല്ല, ഇംഗ്ലീഷിലും ഇത്തരത്തിലുള്ള ഉദാഹരണങ്ങൾ വരാറുണ്ട്. ഒരു വാക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് ആർഗ്യൂ എന്ന വാക്കാണ്. തർക്കിക്കുക എന്നതിൻ്റെ ഇംഗ്ലീഷ് വാക്ക് ആർഗ്യൂ, ARGUE, 5-ാമത്തെ അക്ഷരം E ആണ്. എന്നാൽ ആർഗ്യൂ എന്നതിൽ നിന്ന് ഉണ്ടാകുന്ന മറ്റ് വാക്കുകളുണ്ടല്ലോ, ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വാക്കുകൾ, ആർഗ്യുമെൻറ്റ്, ആർഗ്യുമെൻറ്റേറ്റീവ്, ഇത്തരം വാക്കുകളിലൊന്നും ഈ 5-ാമത്തെ അക്ഷരമായിട്ട് E എന്നൊരു ആൽഫബറ്റ് ഇല്ല. കാരണം അടുത്ത വാക്ക് എഴുതുമ്പോൾ ആ രീതി തന്നെ മാറിപ്പോകുന്നു എന്നതാണ്. ഇതിവിടെ ഓർക്കാനൊരു കാരണമുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു പത്രത്തിൽ വിഖ്യാത സാമ്പത്തിക ശാസ്ത്രജ്ഞനായ പ്രൊഫസർ അമർത്യ സെന്നിൻ്റെ ഒരു പുസ്തകത്തെക്കുറിച്ച് ഒരു പരാമർശം കണ്ടു. ദ ആർഗ്യുമെൻറ്റേറ്റീവ് ഇന്ത്യൻ എന്നാണ് ആ പുസ്തകം. മലയാളത്തിൽ ആർഗ്യുമെൻറ്റേറ്റീവ് ഇന്ത്യൻ എന്ന് എഴുതിയിട്ട് അതിൻ്റെ ഇംഗ്ലീഷ് രൂപം കൂടി ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അവിടെയാണ് കാണുന്നത് ഒരു E എന്നൊരക്ഷരം അധികമായി കടന്നുകൂടിയിരിക്കുന്നത്.
ആർഗ്യുമെൻറ്റേറ്റീവ് എന്നതിന് അഞ്ചാമത്തെ അക്ഷരമായി ഈ വേണ്ട എന്നതിൽ യാതൊരു ആർഗ്യുമെൻറ്റും ഇല്ല. കേരളത്തിൽ തന്നെ ഒരു ഉദാഹരണം പറഞ്ഞു കേട്ടിട്ടുണ്ട്. മാക്സിം ഗോർക്കി എന്നൊരാൾ എഴുതി കൊടുത്തപ്പോൾ പ്രൂഫ് റീഡർ അത് തിരുത്തി മാക്സിമം ഗോർക്കി എന്നാക്കി. അത് കണ്ട് സഹികെട്ട് എഴുതി കൊടുത്തയാൾ വീണ്ടും എഴുതി മിനിമം ഗോർക്കി എന്ന്. എന്തായാലും എഡിറ്റർ കാണും മുമ്പ് ആ തിരുത്ത് വരുത്തിയിട്ട് പ്രസിദ്ധീകരിക്കാൻ അവർക്ക് കഴിഞ്ഞതുകൊണ്ട് ആ ഒരു മിനിമം ലെവലിലുള്ള കാര്യം വായനക്കാരിലേക്ക് എത്തിയില്ല. ഓഗസ്റ്റ് 12 ലോക യുവജന ദിനമാണ്. ലോക ജനസംഖ്യയിൽ ഏതാണ്ട് 65% 35 വയസ്സിൽ താഴെയുള്ളവരെന്നാണ് ഇപ്പോഴത്തെ കണക്ക്. അത് ഏതാണ്ട് ഒരു 130 കോടി യുവജനങ്ങൾ വരും കാലത്തെ നയിക്കാൻ പോകുന്നത് ജെൻസികളും ജൻ ആൽഫകളുമൊക്കെ ആയിരിക്കുമെന്നാണ് ഇപ്പോഴത്തെ കണക്ക്. അതുകൊണ്ടാവാം ഈ വാർത്ത ഒരു പത്രത്തിൽ വന്നപ്പോൾ അതിന് ശീർഷകം നൽകിയിരിക്കുന്നത് തികച്ചും ജെൻസി മോഡലിലുള്ള ഒരു ശീർഷകമായിരുന്നു, ലെറ്റ് ദം കുക്ക് എന്ന്. പെട്ടെന്ന് തോന്നും ഇത് പാചകമാണോ എന്ന്. അല്ല, പാചകത്തിൻ്റെ കാര്യമല്ല പറയുന്നത്. അവർക്കിഷ്ടമുള്ള കാര്യം, അവർക്ക് കഴിവുള്ള കാര്യം, അവർക്ക് മിടുക്കുള്ള കാര്യം അതവർ ചെയ്തോട്ടെ എന്നതിനുള്ള ഒരു ജെൻസി എക്സ്പ്രഷനാണ് ലെറ്റ് ദം കുക്ക് എന്നുള്ളത്. ഈ കുക്ക് എന്ന പ്രയോഗം നേരത്തെ തന്നെ നമ്മുടെ ഭാഷയിലുണ്ട്. വാട്ട്സ് കുക്കിംഗ് എന്ന് ചോദിച്ചാൽ എന്താണ് സംഭവിക്കുന്നത് എന്നായിരുന്നു അർത്ഥം. ഐ എം കുക്ക്ഡ് എന്നിപ്പോൾ പറഞ്ഞാൽ അതിനർത്ഥം മിക്കവാറും തോറ്റുപോകും, അല്ലെങ്കിൽ വലിയ കുഴപ്പത്തിൽ ചാടാൻ പോകുന്നു എന്നാണ്. ജെൻസിയിലെ പല പ്രയോഗങ്ങളും നമ്മുടെ അടുത്തേക്ക് ഇതിനകം തന്നെ വന്നു കഴിഞ്ഞു. ഒരു ഡെലൂലു വന്നു കഴിഞ്ഞു, കുറച്ച് നാൾ മുമ്പ് പൂക്കി എന്നൊരു പ്രയോഗം വന്നു കഴിഞ്ഞു. ഇതൊക്കെ എല്ലാവരും ഇപ്പോൾ പരിചയപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന കാര്യങ്ങളാണ്. രസകരമായി തോന്നുന്നത് ജെൻസി ഭാഷയിൽ സിഗ്മ എന്ന് പറഞ്ഞാൽ നല്ലതെന്നാണ്, ഫയർ എന്ന് പറഞ്ഞാൽ തീയല്ല ഗംഭീരം എന്നതിനുള്ള ഒരു പ്രയോഗമായിട്ടാണ് വരുന്നത്. പറഞ്ഞു വരുമ്പോൾ വരും കാലത്ത് ജെൻസി പ്രയോഗങ്ങളൊക്കെ പരിചയപ്പെട്ട് വയ്ക്കുന്നത് നമുക്ക് ഏവർക്കും നല്ലതാണ്, വിശേഷിച്ചും പത്രം വായിക്കുന്നവർക്ക്. പത്രത്തിലൊരു സംഭവം വിവരിക്കണമെങ്കിൽ ഒരു ശീർഷകം വേണമെന്നിരിക്കട്ടെ, അതിനൊരു വാക്യം മൊത്തത്തിൽ വേണ്ട, 1-2 വാക്ക് മതി. ഇപ്പോൾ വന്ന് വെറും ഒരക്ഷരം മതി കാര്യം പറയാൻ എന്നായിട്ടുണ്ട്. കുറേ നാൾ മുമ്പ് മരാമത്ത് പണിയിലുണ്ടായ അപാകം മൂലമുണ്ടായ അപകടത്തെ വിശേഷിപ്പിക്കാനായി ഒരു പത്രം എഴുതിയിരുന്നത് ധും എന്നായിരുന്നു. കേരളത്തിലേക്ക് മെസ്സിയെ കൊണ്ടുവരും എന്ന പേരിൽ കുറേ വാർത്തയൊക്കെ ഉണ്ടായിരുന്നു. അതിപ്പോൾ വീണ്ടും വിവാദമായിരിക്കുന്നു. ആ സമയത്ത് ഒരു പത്രം ഇതിനെ വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ്: 126 കോടി രൂപ ഭൂം വന്നു. അതായത് നഷ്ടമായി എന്നതിന് ഉള്ള ഒരു സൂചനയാണ്. പോലീസിനെയും ആഭ്യന്തരമന്ത്രിയെയും ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരാൾ നടന്നു. അയാളെ കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. ഈ വാർത്ത ഒരു പത്രത്തിൽ വന്നത് ഏതാണ്ട് ഇങ്ങനെയാണ്: കോതമംഗലത്ത് തുടങ്ങിയ വെല്ലുവിളി കണ്ണൂരിൽ ഷൂ എന്നാണ്. അവിടെ ആ ഷൂ എന്നുള്ള ഒറ്റ അക്ഷരം കൊണ്ട് കാര്യം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മറ്റൊന്ന് കണ്ടു. ബാറ്ററിക്ക് ദീർഘായുസ് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ബാറ്ററി എന്ന് വലിച്ച് നീട്ടിയൊരു എഴുത്താണ്. ഒരേ കാര്യത്തെ പത്രങ്ങൾ പല രീതിയിൽ അവതരിപ്പിക്കുന്നത് സാധാരണമായൊരു കാര്യം മാത്രമാണ്. കേരളത്തിൽ ശിശുക്ഷേമ സമിതി ഏർപ്പെടുത്തിയിട്ടുള്ള അമ്മ തൊട്ടിലേക്ക് 1000 കുഞ്ഞുങ്ങൾ ഇതിനകം വന്നു കഴിഞ്ഞു. ഉപേക്ഷിക്കപ്പെടുന്ന കുഞ്ഞുങ്ങളാണ് അവിടെ എത്തുന്നത്. 1000ാമത്തെ കുഞ്ഞെത്തിയത് സ്വാഭാവികമായും വലിയ വാർത്തയായി. 1000ാമത്തെ കുരുന്നായതുകൊണ്ട് അവൾക്ക് സഹസ്ര എന്നാണ് പേരിട്ടത്. വളരെ അർത്ഥവത്തായ ഒരു പേര്. ഇത് പല പത്രങ്ങളിലും സാധാരണ വാർത്തയായി വന്നു. എന്നാൽ ഒരു പത്രം, മലയാള മനോരമ, ഇതിനെ 1-ാം പേജിലേക്ക് കൊണ്ടുപോയി എന്തിന് മാസ് ഹെഡിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. ഈയിടെയായിട്ട് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാസ് ഹെഡിനോട് ചേർത്ത് എഴുതുന്ന ഒരു രീതി പത്രങ്ങളിൽ കാണുന്നുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണമായി ഇത് തോന്നി. അച്ഛനും അമ്മയും ചാരത്തില്ലാതെ എത്തുന്ന 1000ാമത്തെ കുഞ്ഞിനെക്കുറിച്ച് പറഞ്ഞിട്ട് അവിടെ ഒരു ശീർഷകം എഴുതിയിട്ടുണ്ട്, ആയിരാരോ. അതായത് ആരിരാരോ എന്നൊക്കെ പറയും പോലെ 1000വും ആരാരവും ചേർത്തുള്ള ഒരു ശീർഷകം, ഓമനത്വമുള്ള ശീർഷകം. ആ താരാട്ട് കേരളത്തിൻ്റെ ഹൃദയത്തിൽ തന്നെ ചെന്ന് കൊണ്ടുകാണുമെന്നതിൽ ഒരു തർക്കവുമില്ല. നമ്മുടെ സാമൂഹിക വികാസ ചരിത്രത്തിലെ മാധ്യമങ്ങളുടെ പങ്ക് വിസ്മയിപ്പിക്കുന്നതാണ്. ഒരു ജനാധിപത്യ സമൂഹമായും രാഷ്ട്രബോധമുള്ള ജനങ്ങളായും നമ്മെ വാർത്തെടുക്കുന്നത് മാധ്യമങ്ങളാണ്. മാധ്യമലോകത്തെ അത്തരം ചില ആശയങ്ങളെപ്പറ്റി സംസാരിക്കുന്നു കേരള മീഡിയ അക്കാദമിയിലെ ജേർണലിസം ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിഭാഗം അധ്യാപകൻ MS വിഷ്ണുദാസ്. മീഡിയം ഈസ് ദ മെസ്സേജിൻ്റെ മറ്റൊരു സെഗ്മെൻറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പ്രൊപ്പഗൻഡ എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിച്ചത് നിങ്ങൾ ഓർത്തിരിക്കുമെന്ന് വിചാരിക്കുന്നു. പ്രൊപ്പഗൻഡയുടെ എതിർദിശയിൽ നിൽക്കുന്ന മറ്റൊരു ആശയത്തെക്കുറിച്ച് ഇന്ന് നമ്മൾ സംസാരിക്കുന്നു. പ്രൊപ്പഗൻഡകൾ നെഗറ്റീവായി സമൂഹത്തെ സ്വാധീനിക്കുന്നുവെങ്കിൽ മാധ്യമങ്ങളിലെ കുറച്ച് പോസിറ്റീവായ ആശയങ്ങളെക്കുറിച്ച് നമുക്കിന്ന് ചർച്ച ചെയ്യാം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ആശയം ജർമ്മൻ പണ്ഡിതനും സോഷ്യോളജിസ്റ്റുമായിരുന്ന
ജോർഗൻ ഹേബർമാസിൻ്റെ പബ്ലിക് സ്ഫിയർ, പബ്ലിക് ഒപ്പീനിയൻ, കമ്മ്യൂണിക്കേറ്റീവ് ആക്ഷൻ എന്നിങ്ങനെയുള്ള സിദ്ധാന്തങ്ങളാണ്. രണ്ടാം ലോക മഹായുദ്ധാനന്തരം ജർമ്മനിയിൽ രൂപം കൊണ്ട ഫ്രാങ്ക്ഫർട്ട് സ്കൂൾ തത്വചിന്തകരുടെ പട്ടികയിൽപ്പെടുന്ന പ്രധാനപ്പെട്ട സാമൂഹിക ശാസ്ത്രജ്ഞനാണ് ജർഗൻ ഹേബർമാസ്. തിയോഡോർ അഡോണയെയും മാർക്ക് ഹോർഖൈമറെ പോലുള്ള മുൻനിരക്കാരുടെ രണ്ടാം നിരയിലെത്തിയ പ്രധാനപ്പെട്ട സാമൂഹിക ചിന്തകൻ കൂടിയായിരുന്നു ഹേബർമാസ്. ഹേബർമാസിൻ്റെ പ്രധാനപ്പെട്ട ചിന്തകൾ സമൂഹവും മാധ്യമവും അത് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്ന സംവാദങ്ങളുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട 3 ആശയങ്ങളാണ് പബ്ലിക് സ്ഫിയറുകൾ അഥവാ പൊതുമണ്ഡലങ്ങൾ, പബ്ലിക് ഒപ്പീനിയൻ അഥവാ പൊതുജനാഭിപ്രായം, അതുപോലെ തന്നെ കമ്മ്യൂണിക്കേറ്റീവ് ആക്ഷൻ എന്നിവ. നമുക്ക് ഓരോ ആശയങ്ങളെക്കുറിച്ച് വ്യക്തമായി പഠിക്കാൻ ശ്രമിക്കാം. ജർഗൻ ഹേബർമാസ് 1960-70 കാലഘട്ടത്തിൽ വികസിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട ആശയമായിരുന്നു പബ്ലിക് സ്ഫിയർ എന്നത്. മലയാളത്തിൽ പറഞ്ഞാൽ പൊതുമണ്ഡലം. ഹേബർമാസിൻ്റെ അഭിപ്രായത്തിൽ 17-18 നൂറ്റാണ്ടുകളിൽ യൂറോപ്പിൽ നിലവിലുണ്ടായിരുന്ന കോഫി കഫേ കൾച്ചറുകളിലൂടെയും സലോൺ കൾച്ചറുകളിലൂടെയും ജനങ്ങൾ ഭരണകൂടത്തിനും വ്യക്തിജീവിതത്തിനും ഇടയിലുള്ള ഒരു പൊതു ഇടം കണ്ടെത്തുകയും തങ്ങൾക്ക് ചുറ്റും നടക്കുന്ന പലവിധ ആശയങ്ങളെക്കുറിച്ച് അവിടെ ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നതായി അദ്ദേഹം അടയാളപ്പെടുത്തുന്നു. സാമൂഹിക പ്രസക്തിയുള്ള ജനാധിപത്യപരമായ വിഷയങ്ങളെക്കുറിച്ച് ഇത്തരം പൊതുമണ്ഡലങ്ങളിൽ ചർച്ചകളുണ്ടാവുകയും ആ പൊതുമണ്ഡലങ്ങളിലെ ചർച്ച രാജ്യത്തുടനീളം പ്രതിഫലിക്കുകയും ചരിത്രത്തിൻ്റെ തന്നെ ഗതി മാറ്റുകയും ചെയ്തതായി ഹേബർമാസ് പറയുന്നു. പിൽക്കാലത്ത് പ്രിന്റ് ക്യാപിറ്റലിസം വരുന്നതോടുകൂടി ആദ്യകാലത്ത് അച്ചടിച്ച പത്രങ്ങളും പൊതുമണ്ഡലത്തിന് ശക്തി കൊടുക്കുന്നുണ്ട്. എന്നാൽ പിന്നീട് മാധ്യമം എന്നത് ഒരു വലിയ മൂലധന താല്പര്യമായി മാറിയപ്പോൾ പൊതുമണ്ഡലങ്ങൾ ക്രമേണ ഇല്ലാതാവുകയും മാധ്യമങ്ങൾ ജനങ്ങൾക്ക് മേൽ നേരിട്ട് ഇടപെട്ട് ആശയങ്ങൾ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് മാറുകയും സ്വതന്ത്രമായ ചിന്തകൾ പൊതുമണ്ഡലത്തിൽ നിന്ന് അപ്രത്യക്ഷമായതിനെക്കുറിച്ചും ഹേബർമാസ് പറയുന്നുണ്ട്. ഇത്തരം പൊതുമണ്ഡലങ്ങളിൽ രൂപപ്പെടുന്ന അഭിപ്രായത്തെയാണ് ഹേബർമാസ് പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയുന്നത്. ഹേബർമാസിൻ്റെ അഭിപ്രായത്തിൽ ഒരു പൊതുമണ്ഡലത്തിനുണ്ടായിരിക്കേണ്ട ഏറ്റവും ആദ്യത്തെ സവിശേഷത എന്ന് പറയുന്നത് ആ പൊതുമണ്ഡലം തീർത്തും സ്വതന്ത്രമായിരിക്കണം. എല്ലാ ജനങ്ങൾക്കും വളരെ സ്വതന്ത്രമായി വന്ന് സംസാരിക്കാനും കാര്യങ്ങളിൽ ഇടപെടാനും പറ്റുന്ന ഒരു കണ്ടീഷൻ അവിടെ ഉണ്ടായിരിക്കണം. ഈ സ്വാതന്ത്ര്യത്തോടൊപ്പം തന്നെ അവിടെ നടക്കുന്ന ചർച്ചകൾ യുക്തിവിചാരത്തിൽ അധിഷ്ഠിതമായിരിക്കണം. റാഷണൽ ആയിട്ടുള്ള ചർച്ചകളിലൂടെ വേണം അഭിപ്രായങ്ങൾ സ്വരൂപിക്കേണ്ടതെന്നും ഹേബർമാസ് പറയുന്നു. അതാണ് പൊതുമണ്ഡലങ്ങളുടെ പ്രത്യേകത. തുടർന്ന് ഹേബർമാസ് വികസിപ്പിച്ചെടുക്കുന്ന മറ്റൊരു ആശയമാണ് കമ്മ്യൂണിക്കേറ്റീവ് ആക്ഷൻ. എന്താണ് കമ്മ്യൂണിക്കേറ്റീവ് ആക്ഷൻ? സാധാരണ നിലയിലുള്ള നമ്മൾ ചുറ്റും കാണുന്ന പരസ്യ വിപണികൾ ഉൾപ്പെടെയുള്ള കമ്മ്യൂണിക്കേഷന് ഹേബർമാസ് പറയുന്നത് സ്ട്രാറ്റജിക് കമ്മ്യൂണിക്കേഷൻ എന്നാണ്. ഒരു പ്രത്യേക ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി വളരെ കോൺഷ്യസോടു കൂടി നടത്തുന്ന കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സുകളാണ് സ്ട്രാറ്റജിക് കമ്മ്യൂണിക്കേഷൻ. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ പ്രൊപ്പഗൻഡകൾ സ്ട്രാറ്റജിക് കമ്മ്യൂണിക്കേഷന് നല്ലൊരു ഉദാഹരണമാണ്. എന്നാൽ കമ്മ്യൂണിക്കേറ്റീവ് ആക്ഷൻ അത്തരത്തിലുള്ളതൊന്നല്ല. കമ്മ്യൂണിക്കേറ്റീവ് ആക്ഷൻ എന്ന് പറയുന്നത് നേരത്തെ കൂട്ടി തീരുമാനിച്ച ഏതെങ്കിലും ഉത്തരത്തിലേക്ക് എത്തിച്ചേരാനായി ജനങ്ങൾ കമ്മ്യൂണിക്കേഷനിൽ ഏർപ്പെടുന്നതല്ല. മറിച്ച് വളരെ സ്വതന്ത്രമായി ഫ്രീ ആയി രണ്ടോ അതിലധികമോ ജനങ്ങൾ ഒത്തുകൂടി അവർ അവരുടെ അഭിപ്രായങ്ങൾ പരസ്പരം പങ്കുവെക്കുകയും ആ അഭിപ്രായത്തിലൂടെ അതിൻ്റെ യുക്തിസഹമായ വിചാരങ്ങളിലൂടെ ഏറ്റവും മെച്ചപ്പെട്ട അഭിപ്രായത്തിലേക്ക് ഒരു ജനത എത്തിച്ചേരുകയും ചെയ്യുന്നതിനെയാണ് കമ്മ്യൂണിക്കേറ്റീവ് ആക്ഷൻ എന്ന് പറയുന്നത്. അവിടെ ഈ ജനങ്ങൾക്ക് തങ്ങളുടെ സംവാദത്തിനിടയിൽ ഏതെങ്കിലും തരത്തിലുള്ള ബാഹ്യ ഇടപെടലുകളെ പേടിക്കേണ്ടതായിട്ടില്ല. ഗവൺമെൻറ്റിനെ ഭയന്നോ കച്ചവട താല്പര്യങ്ങളെ മുൻനിർത്തിയോ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തേണ്ടതിൻ്റെ ആവശ്യമില്ല. വളരെ റാഷണലായി യുക്തിസഹമായി ജനങ്ങൾക്ക് ഒന്നിച്ചു ചേർന്ന് സംവാദം നടത്താൻ കഴിയുന്ന ഒരു പൊസിഷനെ ഹേബർമാസ് പറയുന്നു. അതിനെ അദ്ദേഹം പറയുന്നത് ഐഡിയൽ കണ്ടീഷൻ എന്നാണ്. അത്തരത്തിലുള്ള ഒരു ഐഡിയൽ കണ്ടീഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ജനങ്ങൾക്ക് വളരെ ഫ്രീ ആയിട്ട് സംസാരിക്കാനും തങ്ങളുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനും കഴിയുകയുള്ളൂ. ഇനി വർത്തമാനകാല സാഹചര്യത്തിൽ ഹേബർമാസിൻ്റെ ഈ ചിന്തകളെക്കുറിച്ച് ഒന്നുകൂടി വിശകലനം ചെയ്ത് നോക്കുക. ഇന്ന് പൊതുജന അഭിപ്രായം എന്ന രീതിയിൽ നമ്മുടെ പൊതുമണ്ഡലങ്ങളിൽ രൂപപ്പെടുവരുന്ന അഭിപ്രായം ഈ പറയുന്ന കമ്മ്യൂണിക്കേറ്റീവ് ആക്ഷൻ്റെ തന്നെ ഉൽപ്പന്നമാണോ എന്ന് ഒരു നിമിഷം ചിന്തിക്കുക. പലപ്പോഴും പൊതുജന അഭിപ്രായം എന്ന വ്യാജ പേരിൽ നമ്മൾ നിർമ്മിച്ചെടുക്കുന്ന അഭിപ്രായങ്ങൾ പൊതുജനങ്ങൾ രൂപപ്പെടുത്തിയതോ പൊതുമണ്ഡലങ്ങളിൽ ഉരുവം കൊണ്ടതോ ആയിരിക്കില്ല. അത് കൃത്രിമമായി പ്രൊപ്പഗൻഡകളിലൂടെ നിർമ്മിച്ചെടുത്തതായിരിക്കും. വീണ്ടും തിരിച്ച് നമുക്ക് കൃത്യമായ പബ്ലിക് ഒപ്പീനിയനിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ പൊതുമണ്ഡലങ്ങൾ വീണ്ടും ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇന്ന് മാധ്യമങ്ങളുടെ ഓൺലൈൻ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളുടെ അതിപ്രസരണത്തിലിരിക്കുന്ന നമ്മൾ വീണ്ടും തിരിച്ച് ജനങ്ങൾക്ക് റാഷണലായി യുക്തിസഹമായി വിചാരങ്ങൾ പങ്കുവെക്കാനുള്ള ഇടങ്ങൾ നിർമ്മിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് നമ്മുടെ ആക്റ്റീവായിട്ടുള്ളൊരു ഇടപെടൽ ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇത്രയൊക്കെ പറയുമ്പോൾ തന്നെ ഹേബർമാസ് 17-18 നൂറ്റാണ്ടുകളിൽ യൂറോപ്പിൽ
സലോണുകളും കോഫി ഷോപ്പുകളും കേന്ദ്രീകരിച്ച് പൊതുമണ്ഡലങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ബൂർഷോ പൊതുമണ്ഡലങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അവിടെ ബുദ്ധിജീവികൾ ചർച്ചകളിൽ ഏർപ്പെട്ടിരുന്നുവെന്ന് പറയുമ്പോഴും അതിനെതിരെയും വിമർശനങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഫെമിനിസ്റ്റ് ക്രിറ്റിസിസത്തിൻ്റെ ഭാഗത്ത് എന്ന് പറയുന്ന ഒരു വലിയ എതിർപ്പ് എന്ന് പറയുന്നത് അന്നത്തെ കാലത്തുണ്ടായിരുന്ന പൊതുമണ്ഡലം എന്ന് പറയുന്നത് പ്രധാനമായും മധ്യവർഗ പുരുഷന്റെ പൊതുമണ്ഡലമായിരുന്നു എന്നുള്ള എതിർപ്പുണ്ട്. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ പൊതുമണ്ഡലങ്ങൾ രൂപീകരിക്കുമ്പോൾ അതിൽ ജെൻഡറിൻ്റെയോ ജാതിയുടെയോ മതത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ വർഗത്തിൻ്റെയോ ഏതെങ്കിലും തരത്തിലുള്ള ഓറിയൻറ്റേഷൻ്റെയോ ഒരു വ്യത്യാസവും ജനങ്ങൾക്കുണ്ടാകാൻ പാടില്ല. സമൂഹത്തിൻ്റെ വിവിധ ഇടങ്ങളിലുള്ള മനുഷ്യർക്ക് ഒത്തുകൂടാനും ചർച്ച ചെയ്യാനും ആരെയും ഭയപ്പെടാതെ ചർച്ചകളിലൂടെ ഭാഷയിലൂടെ സംവാദങ്ങളിലൂടെ ഏറ്റവും മെച്ചപ്പെട്ട നിലയിലേക്ക് പോകാനും കഴിയുന്ന ഇടങ്ങളുണ്ടാവണം. ആ ഇടങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമായ ശക്തമായ പബ്ലിക് ഒപ്പീനിയനുകൾ, പൊതുജന അഭിപ്രായങ്ങൾ രൂപപ്പെടും. ആ പൊതുജന അഭിപ്രായങ്ങളായിരിക്കും സമൂഹത്തെ മുമ്പോട്ട് നയിക്കുന്നത്. പൊതുമണ്ഡലങ്ങൾ അഥവാ പബ്ലിക് സ്ഫെയറുകൾ രൂപപ്പെടുന്ന ഇടം വളരെ പ്രധാനമാണ്. അത് ഫിസിക്കലായ ഒരു ഇടം തന്നെ ആയിരിക്കണമെന്നില്ല. പക്ഷേ ഭരണകൂടങ്ങളുടെ ഇടത്തിൽ നിന്നും സ്വകാര്യ വ്യക്തികളുടെ ഇടത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു നടുനിലയാണ് പബ്ലിക് സ്ഫിയറുകൾ സ്വീകരിക്കുന്നത്. കൃത്യമായ അകലം ഭരണകൂടത്തോടും കൃത്യമായ അകലം സ്വകാര്യ ജീവിതത്തോടും പുലർത്തിക്കൊണ്ട് സാമൂഹികമായ ആവശ്യങ്ങൾക്കായി രൂപപ്പെടുന്ന ഇടങ്ങളാണ് പൊതുമണ്ഡലങ്ങൾ. ആ പൊതുമണ്ഡലങ്ങളിൽ ഉരുവം കൊണ്ട ചർച്ചകളാണ് ലോകത്തെ മുഴുവൻ മാറ്റിയിട്ടുള്ളത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ 17-18 നൂറ്റാണ്ടുകളിലെ കോഫി കൾച്ചറുകളും സലോൺ കൾച്ചറുകളുമാണ് ജ്ഞാനോദയവും വിപ്ലവവും ഉൾപ്പെടെയുള്ള 19-ാം നൂറ്റാണ്ട് സാക്ഷ്യം വഹിച്ച 18-ാം നൂറ്റാണ്ട് സാക്ഷ്യം വഹിച്ച ഒരുപാട് സാമൂഹിക വിപ്ലവങ്ങൾക്ക് പ്രചോദനമായത്. വോൾട്ടയറെയും മൊണ്ടസ്ക്യൂവിനെയും റൂസോയെയും പോലുള്ള പ്രധാനപ്പെട്ട ഫ്രഞ്ച് തത്വചിന്തകരെ സൃഷ്ടിച്ചതും ഇത്തരത്തിലുള്ള പൊതുജന ഇടങ്ങളുടെ പൊതുമണ്ഡലങ്ങളുടെ രൂപവൽക്കരണത്തിൻ്റെ ആദ്യ ദിശകളാണ്. അതുപോലെ തന്നെ പിൽക്കാലത്ത് രൂപം കൊണ്ട സയൻറ്റിഫിക് റവല്യൂഷൻ്റെയും കമ്മ്യൂണിസ്റ്റ് വിപ്ലവങ്ങളുടെയും ഒക്കെ പ്രധാന കേന്ദ്ര ബിന്ദുവായി മാറിയത് ആദ്യകാലത്ത് രൂപം കൊണ്ടുവന്ന പൊതുമണ്ഡലങ്ങളായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധാനന്തരം ഫ്രാങ്ക്ഫുർട്ട് സ്കൂൾ വികസിച്ച് വരുന്ന സമയത്ത് അതുവരെ ഉണ്ടായിരുന്ന ഗ്രാൻഡ് നറേഷനുകളെ അന്ന് വളർന്നു വന്ന സാമൂഹിക ശാസ്ത്രജ്ഞന്മാർ പ്രത്യേക രീതിയിൽ പരിശോധിക്കാനും ആ പരിശോധനയുടെ വെളിച്ചത്തിൽ പുനർവിചിന്തനത്തിന് വിധേയമാക്കുകയും ചെയ്തു. അങ്ങനെ സമൂഹത്തിൽ എങ്ങനെ ജനങ്ങൾ ഇടപെടുന്നുവെന്നും അവരെ എങ്ങനെ അതോറിറ്റേറിയൻ രാജ്യങ്ങൾ പരിശോധിക്കുന്നുവെന്നും നിയന്ത്രിക്കുന്നുവെന്നും അവർ മനസ്സിലാക്കി. അതോറിറ്റേറിയനിസത്തിൻ്റെ പലതരത്തിലുള്ള ഉദാഹരണങ്ങൾ ആ കാലത്ത് നമുക്ക് മുമ്പിലുണ്ടായിരുന്നു. ജർമ്മനിയിൽ ഹിറ്റ്ലർ ആയാലും ഇറ്റലിയിൽ മുസോളിനി ആയാലും സോവിയറ്റ് യൂണിയൻ്റെ പേരിൽ പിൽക്കാലം വന്ന സ്റ്റാലിനിസ്റ്റ് പ്രവണതകളായാലും ഇതിൻ്റെ ഉദാഹരണങ്ങളായിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൽ ജനങ്ങളെ കൂടുതൽ സ്വതന്ത്രരാക്കി മാറ്റുകയും അവരെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന റാഷണലായ ജീവികളാക്കി മാറ്റുന്നതും എങ്ങനെയെന്നുള്ള ചിന്തകളിൽ നിന്നാണ് ഹേബർമാസ് പിൽക്കാലത്തെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ രൂപീകരിക്കുന്നത്. അപ്പോൾ ഈ അവസരത്തിൽ നമ്മൾ ഈ അടുത്ത് വിട്ടുപിരിഞ്ഞ ജർഗൻ ഹേബർമാസിൻ്റെ ഈ തത്വചിന്തകൾ ഒന്നുകൂടി ആലോചിച്ചുകൊണ്ട് നമുക്ക് ഈ സെഗ്മെൻറ്റ് അവസാനിപ്പിക്കാം. എല്ലാവർക്കും നന്ദി, നല്ല നമസ്കാരം. കണ്ണിൽ നിന്ന് മറയുന്ന കാഴ്ചകളെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നവരാണ് ഫോട്ടോ ജേർണലിസ്റ്റുകൾ. അവർ പകർത്തിയ ചില ദൃശ്യങ്ങളെക്കുറിച്ച് ബി ചന്ദ്രകുമാർ സംസാരിക്കുന്നു. ചിത്രജാലകത്തിലേക്ക് സ്വാഗതം. ഡ്രോൺ ക്യാമറയുടെ കാലമാണിത്. നമുക്ക് കാണാൻ പറ്റാത്ത ആംഗിളിൽ നിന്നുള്ള കാഴ്ചകൾക്ക് കൂടുതൽ ഭംഗിയുണ്ടാവും. ഡ്രോൺ ക്യാമറയിൽ പകർത്തിയ തിരുവനന്തപുരം നഗരത്തിൻ്റെ സുന്ദരമായ ഒരു ആകാശ കാഴ്ച ഫേസ്ബുക്കിൽ കണ്ടു. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനും KSRTC സമുച്ചയവും ഒക്കെ അടങ്ങുന്ന ആ കാഴ്ച കണ്ടപ്പോഴാണ് തിരുവനന്തപുരം നഗരം വളരെയധികം പുരോഗമിച്ചുവെന്ന് മനസ്സിലാവുന്നത്. സ്വാതന്ത്ര്യദിനത്തിൽ വർണ്ണക്കുടകൾ ചൂടി നിൽക്കുന്ന കുറേ മനുഷ്യർ ചേർന്ന് ഇന്ത്യയുടെ ഭൂപടം തീർത്ത ഒരു ആകാശ കാഴ്ച മനോരമ പത്രത്തിൽ കണ്ടു. കോഴിക്കോട് ബീച്ചിൽ നിന്ന് ഫോട്ടോഗ്രാഫർ സജീഷ് ശങ്കറാണ് അത് ക്യാമറയിൽ പകർത്തിയത്. മികച്ച കർഷക വിദ്യാർത്ഥിക്കുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പുരസ്കാരം നേടിയ ചേർത്തല സ്വദേശി ആദിത്യനെ അവാർഡ് ദാന ചടങ്ങിൽ വെച്ച് മന്ത്രി ടി സിദ്ദിഖ് എടുത്തുയർത്തുന്ന ഒരു ചിത്രവും മനോരമയിൽ കണ്ടു. ഹമാസും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിൽ കാൽ നഷ്ടപ്പെട്ട കുട്ടികൾ ഗാസയിലെ ഫുട്ബോൾ അക്കാഡമി ഗ്രൗണ്ടിൽ പരിശീലനം നടത്തുന്ന ഹൃദയസ്പർശിയായ ഒരു ഫോട്ടോ മാധ്യമങ്ങളിൽ കണ്ടു. സ്പെയിനിലെ സായാഹ്നത്തിൽ സൂര്യഗ്രഹണം കാണുന്നവരുടെ അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ് പങ്കുവച്ച സുന്ദര ചിത്രങ്ങൾ മാധ്യമങ്ങളിൽ കണ്ടു. സ്വാതന്ത്ര്യദിനത്തിൽ NCC കേഡറ്റുകളുമായി സംസാരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം മനോരമയിലും പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലെ മയിലുകൾക്ക് തീറ്റ കൊടുക്കുന്ന മോദിയുടെ ചിത്രം കേരള കൗമുദിയിലും കണ്ടു. യൂറോപ്പിലെ അഗ്നിപർവ്വതങ്ങളിലൊന്നായ മൗണ്ട് എത്നയിൽ നിന്ന് ലാവയും പുകയും പടരുന്ന ചില കാഴ്ചകൾ മാധ്യമങ്ങളിൽ കണ്ടു. ഇതുമൂലം ഇറ്റലിയിലെ നിരവധി വിമാന യാത്രകൾ
റദ്ദാക്കപ്പെട്ടതായി വാർത്തകളിൽ കണ്ടു. കൊളംബിയയിൽ ഉണ്ടായ ഭൂചലനത്തിൽ തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്ക് ഇടയിൽ നിന്ന് മനുഷ്യരുടെ ശബ്ദം കേൾക്കുന്നുണ്ടോ എന്നറിയാൻ എല്ലാവരോടും നിശബ്ദത പാലിക്കാനായിട്ട് കൈ ഉയർത്തി കാണിക്കുന്ന രക്ഷാപ്രവർത്തകരുടെ ഒരു ഫോട്ടോ മാധ്യമങ്ങളിൽ കണ്ടു. 300-ലേറെ പേരാണ് ആ ദുരന്തത്തിൽ മരണപ്പെട്ടത്. മാധ്യമജാലകത്തിൻ്റെ ഈ ലക്കം ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.